പാകിസ്ഥാനിലെ ഭീകര താവളങ്ങളെ തകർത്തെറിഞ്ഞ ഇന്ത്യയുടെ അഭിമാന ദൗത്യമായ ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരാണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി 2025 മെയ് 7 നടത്തിയ മിന്നൽ നീക്കം ഇന്ത്യയുടെ സൈനിക മികവ് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു. വ്യോമസേനയുടെ കൃത്യതയാർന്ന മിസൈൽ ആക്രമണത്തിലൂടെ ഭീകര കേന്ദ്രങ്ങൾ നാമാവശേഷമാക്കിയതിന്റെ ഓർമ്മ പുതുക്കിയുന്ന സൈനിക കേന്ദ്രങ്ങളിൽ ആഘോഷങ്ങൾ നടക്കും. ആദിൽ പാലോട് ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. ആദിൽ, ഇപ്പോഴും ഓർക്കുമ്പോൾ ആവേശം പകരുന്നൊരു ഓർമ്മയാണത്. ശത്രുവിനെ അതിൻ്റെ പാളയത്തിൽ പോയി തകർക്കുക. മിനിറ്റുകൾക്കകമാണ് ഭീകര കേന്ദ്രങ്ങൾ, പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈനിക സംഘം മുച്ചൂടും മുടിച്ചു കളഞ്ഞത്. ഇപ്പോൾ ഇന്നത്തെ ദിവസം 1 വർഷം പൂർത്തിയാവുകയാണ്. എന്തൊക്കെയാണ് ആഘോഷ പരിപാടികൾ ഉദ്ദേശിക്കുന്നത്? ഓർമ്മ പുതുക്കൽ എങ്ങനെയാണ്? അതോടൊപ്പം അതിർത്തിയിൽ കൂടുതൽ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടോ? അതിർത്തിയിൽ സുരക്ഷയുണ്ട്, ഒപ്പം തന്നെ വലിയ ആഘോഷ പരിപാടികളുമുണ്ട് എന്നുള്ളതാണ്. പ്രത്യേക ജാഗ്രതയുണ്ട് അതിർത്തി മേഖലകളിൽ, സൈനിക താവളങ്ങളിൽ, സൈനിക കേന്ദ്രങ്ങളിൽ. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഇന്ത്യ ഒരുപക്ഷെ ആഘോഷിക്കുകയായിരുന്നു. പ്രതികാരം നേടിയതിന്റെ ആ ഒരു ആവേശത്തിലായിരുന്നു എന്ന് തന്നെ പറയാം. മെയ് 7, 2025 1:44 പുലർച്ചെയാണ് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നത്. 30 മിനിറ്റിനുള്ളിൽ, എന്തിനു പറയണം, 25 മിനിറ്റിനുള്ളിൽ തന്നെ 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യക്ക് തകർത്തുകളയാനായത്. വ്യോമസേനയുടേതായിരുന്നു പ്രധാനപ്പെട്ട ദൌത്യം. വ്യോമസേനയുടെ ദൌത്യം കൃത്യമായിരുന്നു. അരമണിക്കൂറിനുള്ളിൽ തന്നെ പാക് അധിനിവേശ കശ്മീരിലെയും പാകിസ്ഥാനിലെയും ഭീകര താവളങ്ങൾ തകർത്തു എന്നുള്ളതാണ് ഇന്ത്യ ചെയ്ത പ്രതികാരം. അത് പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരം എന്ന നിലയിൽ തന്നെയാണ് ചെയ്തത്. പിന്നീട് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യമുണ്ടായി. 1-2 ദിവസം നീണ്ട സംഘർഷത്തിനൊടുവിലാണ് പിന്നീട് വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തതായാലും വ്യോമസേനയ്ക്കൊപ്പം നാവികസേന തയ്യാറായിരുന്നു, കരസേന തയ്യാറായിരുന്നു. അങ്ങനെ സംയുക്ത സേനയുടെ ദൌത്യമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് നമുക്കറിയാം. സിന്ദൂരം മായ്ച്ചവർക്കുള്ള മറുപടി എന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. ഏതായാലും ആ ദൌത്യത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ വലിയ ആഘോഷങ്ങളാണ് ഇന്ത്യൻ സേന, ഇന്ത്യക്കാരാകെ എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസമാണ് പ്രതിരോധ മന്ത്രി പറഞ്ഞിരുന്നത് ഓപ്പറേഷൻ സിന്ദൂർ അങ്ങനെയൊന്നും അവസാനിക്കില്ല, പാക് ഭീകരവാദത്തിനെതിരെയുള്ള നടപടികൾ തുടരും എന്ന കാര്യം. ഏതായാലും ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ സൈനിക നടപടികളുടെ ഒരു തിലകക്കുറിയായി മാറിയിരുന്നു. അതിന്റെ ആഘോഷത്തിലാണ്, അതിന്റെ ഓർമ്മ പുതുക്കലാണ് ഇന്ന് രാജ്യമുള്ളത്. പല സൈനിക കേന്ദ്രങ്ങളിലും പല ആഘോഷ പരിപാടികളും നിശ്ചയിച്ചിട്ടുണ്ട്.